കേരളത്തിനും ഒരുപാട് നേട്ടങ്ങൾ നൽകുന്നതാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര കരാർ. എന്തൊക്കെയാണ് ആ നേട്ടങ്ങളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഉമൈബാൻ ഇബ്രാഹിം വിശദീകരിക്കും. ആഗോളതലത്തിൽ പുത്തൻ സാമ്പത്തിക ഇടനാഴി തുറന്നിരിക്കുകയാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര കരാർ. ചരിത്രപരമായ ഈ കരാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ച പോലെ തന്നെ മദർ ഓഫ് ഓൾ ഡീൽസ് ആണ്. അതെ, ലോകത്ത് ഇതുവരെ ഒപ്പിട്ട എല്ലാ കരാറുകളുടെയും മാതാവ്. തീരുവ ഇളവിലുള്ള നേട്ടം തന്നെയാണ് കരാറിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ 37 രാജ്യങ്ങളിലേക്കായി വ്യാപിക്കുകയാണ് ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാർ. ഇനി കേരളത്തിന് എന്ത് നേട്ടമാണ് ഈ കരാറിലൂടെ ലഭിക്കുന്നതെന്ന് നോക്കാം. സമുദ്രോൽപ്പന്നം, സുഗന്ധ വ്യഞ്ജനം, കാർഷിക വിളകൾ, മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നീ മേഖലകളിലാണ് കരാർ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക. ഇനി ഒന്നൊന്നായി പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം സമുദ്രോൽപ്പന്നങ്ങളുടെ കാര്യമെടുക്കാം. നിലവിൽ സമുദ്രോൽപ്പന്നങ്ങൾക്ക് 4 മുതൽ 26% വരെയാണ് തീരുവ. ഇത് പൂർണ്ണമായും ഒഴിവാകും. ഇതോടെ വിയറ്റ്നാം, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളെക്കാൾ മികച്ച വിലയിൽ ചെമ്മീൻ ഉൾപ്പെടെയുള്ള സമുദ്രോൽപ്പന്നങ്ങൾ നമുക്ക് യൂറോപ്പിലേക്ക് അയക്കാൻ കഴിയും. തേയില, കാപ്പി, കുരുമുളക്, ഏലം എന്നീ കാർഷിക വിളകളുടെ കയറ്റുമതി തീരുവ ഒഴിവാകുന്നതോടെ വൻതോതിൽ ഉയരും. പരമ്പരാഗത ആയുർവേദ ഉൽപ്പന്നങ്ങളും കരാറിന്റെ ഭാഗമാണ്. അത് കേരളത്തിന് വലിയ നേട്ടമായി തീരും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. റബ്ബർ അധിഷ്ഠിത കയറ്റുമതിയിലൂടെയും ഈ കരാർ വഴി നമ്മുടെ നാടിന് നേട്ടം കൊയ്യാം. റബ്ബർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സർജിക്കൽ ഗ്ലൗസുകൾ, ടയറുകൾ, മറ്റ് വ്യവസായ ഉൽപ്പന്നങ്ങൾ എന്നിവ തീരുവരഹിതമാകുന്നതോടെ റബ്ബർ അധിഷ്ഠിത കയറ്റുമതി കുതിച്ചുയരും. കശുവണ്ടി മേഖലയാണ് നേട്ടമുണ്ടാക്കുന്ന മറ്റൊരു മേഖല. കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള കശുവണ്ടി യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യാനാകും എന്നുള്ളത് ഈ മേഖലയിൽ വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അങ്ങനെ മൊത്തത്തിൽ കണക്ക് കൂട്ടിയാൽ അടുത്ത 5 വർഷത്തിനകം കേരളത്തിന്റെ കയറ്റുമതി വരുമാനം ഇരട്ടിയിലേറെയായി ഉയരാൻ പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ സുപ്രധാന കരാറിലൂടെയുള്ള നേട്ടം കേരളത്തിന്റെ പോക്കറ്റിലും എത്തുമെന്ന് സാരം.